welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഇലയട. ഇതൊന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ മലയാളികളൊക്കെ ഇത് കഴിക്കാത്തവർ തന്നെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് അളവിൽ നമുക്ക് അരിപ്പൊടി എടുക്കാം. ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടി കുറച്ച് തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഞാൻ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തിളച്ച വെള്ളം മാവിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പത്തിരിക്കൊക്കെ നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളത്തിലേക്ക് മാവിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് വാഴയിലയിലാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് കാപ്പിയുടെ ഇലയും യൂസ് ചെയ്യാം. ഇനി ഈ ഇലയിലേക്ക് കുറച്ച് മാവ് ഇതുപോലെ വെച്ചിട്ട് കയ്യിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നല്ല തിന്നായിട്ട്, സോഫ്റ്റായിട്ടല്ല നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇതുപോലെ കുറച്ച് മാവ് വെച്ച് കൊടുത്താൽ മതിയാം. ഒരു ചെറിയൊരു ഉരുള വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫില്ലിങ്ങിൽ നമ്മൾ തേങ്ങയുടെ ഒപ്പം ശർക്കരയാണ് വെച്ചിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര ആണെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാൻ മാവ് എല്ലാം ഇതുപോലെ ഇലയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലേക്കും ഇതുപോലെ ഒന്ന് പറ്റാൻ വേണ്ടിയാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇലയുടെ നമുക്ക് 2 രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമുക്ക് ആവിയിൽ വേവിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാം. പഴയ പാനിൽ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. രണ്ടിനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പം ആ ഇലയൊന്ന് ഓപ്പണായി വരും. അതുകൊണ്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇലയിലൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇലയുടെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ.